പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നടപ്പാക്കുന്ന വികസന കാര്യങ്ങളുണ്ട്, പ്രാദേശിക തലത്തിൽ നടപ്പാക്കുന്ന വികസന കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വികസന സദസ്സുകൾ അവയെല്ലാം പരിശോധിക്കുകയും അവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഏറ്റവും പ്രധാനം ഭാവി കാര്യങ്ങളിലേക്കുള്ള ദിശാബോധം നിശ്ചയിക്കലാണ്. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഈ സദസ്സിൻ്റെ ഭാഗമായുള്ള ചർച്ചയിൽ ഉയർന്നു വരും. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ എല്ലാം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള മുൻഗണനാക്രമം വേണ്ടതായിട്ട് വരും. അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആസൂത്രണം, താഴേത്തട്ടിൽ നിന്നുള്ള ആസൂത്രണം യാഥാർത്ഥ്യമാക്കാനാവണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷത്തേക്കുള്ള പ്രാദേശികതല വികസനത്തെക്കുറിച്ച് സംസ്ഥാനതല വികസനത്തെക്കുറിച്ച് രൂപരേഖയുണ്ടാക്കുമ്പോൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങളെല്ലാം സജീവമായി പരിഗണിക്കുന്ന നിലയുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ നാട് പല കാര്യങ്ങളിലും പുതുരീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്ത് ചെന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, അതായിരുന്നു നവകേരള യാത്രയുടെ ഭാഗമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾ അഭിപ്രായം പറയുന്ന നിലയിലേക്ക് എത്തിയത്. ഇവിടെ എല്ലാ പഞ്ചായത്തിലുമുള്ള, എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളാണ് ആ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം, ഭാവി വികസനം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതും ഒരുപക്ഷെ ആദ്യമായി നാടിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കേട്ടുകൊണ്ടുള്ള വികസനം, അത് നമ്മുടെ കേരളത്തിലായിരിക്കും ആദ്യമായി സംഭവിക്കുന്നത്. ഇവിടെ പ്രാദേശികമായ വികസന വഴികൾക്കായി ഒരു പൊതുവായ പരിപ്രേക്ഷ്യം രൂപീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും വികസനം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ
വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കി. വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമാണ്. അത് തിരുവനന്തപുരം ജില്ലയുടെ മാത്രമാണോ? വിഴിഞ്ഞം പോർട്ട് കേരളത്തിലാണ്. കേരളത്തിൻ്റെ മാത്രമാണോ? രാജ്യത്തിൻ്റെതല്ലേ? രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടല്ലേ? ലോകത്തെ തന്നെ അപൂർവ പോർട്ടുകളിൽ ഒന്നാണത്. അത് രാജ്യത്തെ അഭിമാനകരമായൊരു പദ്ധതിയായിട്ടാണ് അതിനെ വിലയിരുത്തപ്പെടുക. ഇതാണ് വികസനത്തിൻ്റെ പ്രത്യേകത. ഏത് നാട്ടിലുണ്ടാകുന്ന വികസനവും അത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ നമ്മുടെ സംസ്ഥാനം ഇതേ രീതിയിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകാനാകണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരും കൂടി ചേർന്ന് അഭിപ്രായം പറയുക. നാടിൻ്റെ വികസനമാണല്ലോ. ഇപ്പൊ നാട്ടില് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത ചിന്താഗതികളുണ്ടാവും. അധികാരത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ തലത്തിലും അധികാരം കൈയാളുന്നത് ആര് വേണമെന്ന് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് തീരുമാനിക്കപ്പെടേണ്ടവരായി ഈ വ്യത്യസ്ത അഭിപ്രായക്കാരെത്തുമ്പോൾ ചിലരെ ജനങ്ങൾ സ്വീകരിക്കും, ചിലർക്ക് ആ പ്രദേശത്തിൻ്റെ ഭരണം നടത്താൻ കഴിയുന്നു. അതിൻ്റെ അർത്ഥം ആ പ്രക്രിയയിൽ പരാജയപ്പെട്ടു പോയവർ, പാർലമെന്ററി ഭാഷയിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ, അവർക്ക് നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഒരു പങ്കുമില്ലേ? നാട് നമ്മുടെ എല്ലാവരുടേതുമല്ലേ? ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എല്ലാവരും ഇതിൽ പങ്കാളിത്തം വഹിക്കണമെന്നുള്ളതാണ്. എല്ലാവരും അവരുടെ നാടിൻ്റെ വികസനത്തിനായി കഴിയാവുന്ന പിന്തുണ നൽകണം. ഇവിടെ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്താൽ വ്യത്യസ്തങ്ങളായ അധികാര രീതികൾ കാണാൻ കഴിയും. രാഷ്ട്രീയ അടിസ്ഥാനത്തിലെടുത്താൽ, മുന്നണി അടിസ്ഥാനത്തിലെടുത്താൽ പല ചേരികൾ അധികാരത്തിലുണ്ടാവും. എല്ലാവരുടെയും ഏകരൂപമായിരിക്കില്ല. ഈ പ്രക്രിയയിൽ എല്ലാവരും സഹകരിക്കുകയാണല്ലോ വേണ്ടത്. ഇതിനകത്ത് വേറെ അജണ്ടയില്ലാലോ. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തിയിലെ വികസനത്തെക്കുറിച്ചാണല്ലോ. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. ആ ചർച്ച തുറന്ന മനസ്സോടെ നടത്താലോ. എന്നാൽ ചിലയിടങ്ങളിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജനകീയാസൂത്രണ
പ്രക്രിയ ആരംഭിച്ചപ്പോൾ എല്ലാവരെയും ഒന്നായി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ആ കാലത്ത് ശ്രമിച്ചിരുന്നത്. അതിന് നല്ല ഫലമുണ്ടായി. രാഷ്ട്രീയമായ അഭിപ്രായമുള്ളവർക്ക് രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഭാഗമായി അഭിപ്രായം പറയാനും തർക്കിക്കാനുമൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. പക്ഷെ ആ അഭിപ്രായങ്ങളും തർക്കങ്ങളുമെല്ലാം നാടിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ പാടില്ലല്ലോ. എപ്പോഴും നാടിൻ്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണമല്ലോ. ആ ഒരു പ്രത്യേകത പലപ്പോഴും ഉത്തരവാദപ്പെട്ട ചിലർ കാണിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. ആ ബാധ്യത സംസ്ഥാന സർക്കാർ നിറവേറ്റണമല്ലോ. ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. ഞങ്ങള് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായിരുന്നു. LDF-ഉം UDF-ഉം BJP-യും എല്ലാം മത്സരിച്ചിട്ടുണ്ട്. LDF-നാണ് ഭൂരിപക്ഷം കിട്ടിയത്. BJP-ക്ക് ഒരു സീറ്റും കിട്ടിയില്ല നിയമസഭയിൽ. നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും ശ്രമിക്കുക. പക്ഷേ ഭൂരിപക്ഷത്തിന് വേണ്ടി ശ്രമിച്ച UDF-നോട് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കൂ എന്നാണ് ജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ അധികാരത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് LDF-ന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ മാത്രമാണോ ഞങ്ങൾ പിന്താങ്ങുന്നത്? LDF-ന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, LDF നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, UDF നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്. അപൂർവം BJP-യുടെ നേതൃത്വത്തിലുള്ളതും കാണും. ഏതെങ്കിലും വേർതിരിവ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായി എന്ന് ഇതേവരെ ഒരാക്ഷേപവും ഒരു ഭാഗത്തു നിന്നും ഒരു കൂട്ടരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം കാണണം. ഇതാണ് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനം. പക്ഷേ നമ്മൾ ദുരനുഭവം നേരിടുന്നവരാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പിന്തുണയുടെ കാര്യം വരുമ്പോൾ അതില് സഹകരണമില്ലായ്മ, നിഷേധിക്കുന്ന നിലപാട്, ചിലത് തടയുന്ന നിലപാട്, ചിലത് വെട്ടിക്കുറക്കുന്ന നിലപാട് എല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നു.
ഒരു പ്രത്യേക രീതിയിലുള്ള പകപോക്കൽ പോലെ കേരളത്തോട് പെരുമാറുന്ന രീതി വരുന്നു. അതുണ്ട് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടാതിരിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാർ? കേരളത്തിന്റെ ഭാവി വികസന സാധ്യതകളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഒരു പുതിയ കാൽവെപ്പ് നടത്താൻ പോകുന്നു. വിവിധ തരത്തിലുള്ള വികസന നേട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇനിയും ഭാവി വികസനങ്ങളെക്കുറിച്ചാണ് വികസന സദസ്സിൽ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.